ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഹോം തിയേറ്ററുകൾ, പിന്നെ വണ്ടിയിൽ വയ്ക്കുന്ന സബ് വൂഫർ അങ്ങനെയുള്ള സാധനങ്ങൾ എലി കടിച്ച് കളയുന്ന ഒരു കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എലി കടിച്ച് കളയുന്ന ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ ഈ സ്പീക്കറിൻ്റെ ഈ വയറാണ് കൂടുതലായിട്ട് കടിച്ച് കളയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് വേറൊരു സ്പീക്കർ കാണിച്ചു തരാം. ഇതുപോലെ ലീഡ് കടിച്ച് കളയും എലി. അപ്പോൾ ഈ പേപ്പറിൻ്റെ കട്ടി കൂടുതലായതുകൊണ്ട് പേപ്പർ കടിച്ച് കളയുന്ന ചാൻസ് കുറവാണ്. അങ്ങനെ വന്നാലും ഈ പേപ്പർ മാറിയാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് അതുപോലെയുള്ള ഒരു സബ് വൂഫറാണ്. ഇതിൻ്റെ വയറ് എലി കടിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് സിമ്പിളായിട്ട് എങ്ങനെ മാറാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, ഇതുപോലെയുള്ള തിന്നർ ഒരു കുറച്ച് വാങ്ങിച്ചിട്ട് ഒരു 2 തുള്ളി സ്പീക്കറിൻ്റെ ഭാഗത്ത് ഒഴിക്കുക. ഈ ക്യാപ്പിൻ്റെ ഭാഗത്ത് ഒഴിക്കുക. ഇതുപോലെ ക്യാപ്പ് റിമൂവ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ സോൾഡറിങ് ആയിരുന്നെങ്കിൽ സംഭവം അതിനെ പൊക്കിയെടുക്കുക. വയറ് നമുക്ക് ഇതുപോലെ റോളായിട്ട് കിട്ടുന്നതാണ് മാർക്കറ്റിൽ. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഫസ്റ്റ് ഇതിൻ്റെ ഒരറ്റം ഇതിൽ കയറ്റിയെടുക്കുക. ഇത് അതിൻ്റെ പാകത്തിന് കട്ട് ചെയ്യുക. കോയിൽ കട്ട് ചെയ്തെടുക്കുക. ഈ സ്പീക്കറിൻ്റെ ഈ ഭാഗത്ത് 2 ഹോള് കാണും. അതിൻ്റെ അകത്തോടെ ഓരെണ്ണത്തിലൂടെ വളച്ച് ഇപ്പുറ സൈഡിലേക്ക് വെച്ചിട്ട് ഈ കോയിലിൻ്റെ ഭാഗം വരുന്ന സോൾഡർ ചെയ്യുക. ചേർത്ത് വെച്ച് സോൾഡർ ചെയ്ത് വിടുക. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലും സ്പീക്കർ വയർ വരുന്ന ഭാഗം സോൾഡർ ചെയ്യുക. സ്പീക്കർ കണക്ഷൻ കൊടുക്കുന്ന ഭാഗത്തേക്ക് സോൾഡർ ചെയ്യുക. ഇതേപോലെ തന്നെ അടുത്തതും നമ്മൾ സോൾഡർ ചെയ്യുകയാണ്. ഇതേപോലെ ഒരറ്റം ഇങ്ങനെ മടക്കി ഇതിൻ്റെ ഇതൊക്കെ വയ്ക്കുക, സ്പീക്കറിൻ്റെ അടുത്ത ഹോളിൽ. ഇതുപോലെ 2 സൈഡും സോൾഡർ ചെയ്തെടുക്കുക. അപ്പോൾ നീറ്റായിട്ട് തന്നെ സോൾഡർ ചെയ്തെടുക്കാൻ നോക്കുക പരമാവധി. എന്നിട്ട് ഇതിൻ്റെ കോയിലിൻ്റെ കണക്ഷൻ വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് മീറ്റർ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്. അപ്പോൾ 4 ഓംസിൻ്റെ കോയിലാണ്. 5 ഓംസ് വരെ ഏകദേശം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓക്കെയാണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ഇതുപോലെ അറാൾഡൈറ്റോ അതുപോലെയുള്ള ഏതെങ്കിലും കട്ടി കൂടിയ പശ ഗമ്മ് എടുത്തിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഇത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മിക്സ് ചെയ്ത് അതിനകത്ത് ആഡ് ചെയ്യണം. നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തിട്ട് ഈ കോയിലിൽ തേച്ച് വിടുക. ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്.
ഇത് നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യുക. ഇത് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഈ ക്യാപ്പ് ഇതിനകത്തേക്ക് വെച്ച് സെറ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ അത് അതുപോലെ തന്നെ ഇതിലും ഇത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും പശ തേച്ച് നല്ല രീതിയിൽ തേച്ചതിന് ശേഷം നമ്മൾ ആ ക്യാപ്പ് അതിനകത്ത് തന്നെ ഒട്ടിച്ച് വിടുക തിരിച്ച്. ഇതിപ്പോൾ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ക്യാപ്പ് വെച്ച് വിടുക.